ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് കിഴക്ക് ഏദനിലൊരു തോട്ടമുണ്ടാക്കി അവിടെ ആക്കി എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു വരുന്നെങ്കിൽ, അതിനുശേഷം മനുഷ്യനോട് ദൈവം പറഞ്ഞു, കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞു, തോട്ടത്തിൽ നിൽക്കുന്ന നന്മതിന്മ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നീ മരിക്കും, അത് നിശ്ചയമാണ്. അപൂർവം ചില സ്ഥലങ്ങളിലെ ദൈവം നിശ്ചയം എന്ന വാക്ക് എക്സ്ട്രാ കയറ്റി പറഞ്ഞിട്ടുള്ളൂ. നിശ്ചയമായും മരിക്കും എന്ന് പറഞ്ഞ കാര്യം ആദവും ഹൗവായും ആ ഫലം കയറി ഭക്ഷിച്ചു, അവൻ മരിച്ചു. അപ്പോൾ ആ മരണം അന്ന് സംഭവിച്ചെങ്കിൽ ഇപ്പോൾ ആ മരണം അനുദിനം സംഭവിക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ആ മരണം അനുദിനം സംഭവിക്കുന്നുണ്ടോ? ഒറ്റ വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നമ്മൾ ഈ 2 വാക്യങ്ങൾ, ഒന്നാമത് ദൈവവചനം വായിക്കുമ്പോൾ അധ്യായങ്ങൾ കവർ ചെയ്യുക എന്നതോ ദിവസങ്ങൾക്കിപ്പുറം വായിച്ചു തീർക്കുക എന്നതോ അല്ല ഇതിൻ്റെ മാനദണ്ഡം. പലരും ചോദിക്കും, മുഴുവനായി വായിച്ചിട്ടുണ്ടോ? മുഴുവനായി വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ഓടിച്ച് വായിച്ചു പോകുക എന്നുള്ളതല്ല ഇതിൻ്റെ മാനദണ്ഡം. ഇതിങ്ങനെ വായിക്കാം: അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നിങ്ങളെയും അവിടുന്ന് ഉയർപ്പിച്ചു. പിന്നീട് എഴുതിയേക്കുന്നു, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതി പിന്തുടർന്നു, ആകാശത്തിലെ അധികാരത്തിനും അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു പോന്നു. കണ്ടോ, കറക്റ്റ് ഈ സമയം വരെ വന്നു. അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അനുസരിച്ച് പോന്നു, അധിപതിയായവനെയും അനുസരിച്ചു പോന്നു. അനുസരണം കെട്ടവരിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു പോന്നു. ആദത്തിന് അങ്ങനെ സംഭവിച്ചെങ്കിൽ, അന്ന് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇന്ന് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നിങ്ങളെയും അവിടുന്ന് ഉയർപ്പിച്ചു. അതിക്രമങ്ങളും പാപങ്ങളും ഇന്നും ഉണ്ടെങ്കിൽ ഉയർപ്പ് മരണശേഷം മാത്രമല്ല, ദിവസവും സംഭവിക്കണം. മരണം ദിവസവും സംഭവിക്കുന്നുണ്ട്. കാരണം അതിക്രമങ്ങളും പാപങ്ങളും ഉള്ളതുകൊണ്ട് മരണം ദിവസവും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉയർപ്പും ദിവസവും സംഭവിക്കണം. ശരീരത്തിൽ അത് നടക്കുന്നുണ്ട്. സെല്ലുകൾ ദിവസവും മരിക്കുന്നുണ്ട്, പുതുതുണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഉയർക്കുന്നുണ്ട്. സെല്ലുകൾ ദിവസവും മരിക്കുന്നുണ്ട്, ദിവസവും പുതുതുണ്ടാകുന്നുണ്ട്. അർത്ഥം പറഞ്ഞാൽ സെല്ലുകൾ ഉയർക്കുന്നുണ്ട്. അതിന് ഉദാഹരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഇടി മുഴങ്ങുമ്പോൾ, ഇടി വെട്ടുമ്പോഴല്ല കൂണ് ജനിക്കുന്നത്. ഇടി മുഴങ്ങുമ്പോൾ മണ്ണിൽ നിന്ന് കൂണുകൾ മുളച്ചു വരും. മണ്ണാണ് അതിൻ്റെ മാതാവ്. അതിൻ്റെ വിത്ത് എവിടെയാണ് എന്താണെന്ന് നമുക്കറിയില്ല. 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളതിനെ എടുത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് അലിഞ്ഞ് മണ്ണിലേക്ക് തന്നെ ചേരും. അപ്പം മണ്ണിൻ്റെ തന്നെ പ്രോട്ടീൻസ് ഇടി കുടുകുടു എന്ന് കുടുങ്ങുമ്പോൾ പൊങ്ങി വരുന്ന കൂണ് പോലെ നമ്മളറിയാതെയും, ഈ കൂണുണ്ടാകുന്നതും ഒന്നും നമ്മളറിയുന്നില്ല. പണ്ട് കാലത്തെ അമ്മച്ചിമാർക്ക്, ഇപ്പോഴും പ്രായമുള്ളവർക്കറിയാം, ഇടിമുഴക്കത്തിൻ്റെ സ്റ്റൈൽ കേൾക്കുമ്പോൾ അവർ പറയും, നാളത്തെ കഴിഞ്ഞൊക്കെ നോക്കണം, കൂണുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ തന്നെ അനുദിനം മരണം നടക്കുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ അതുകൊണ്ട് ഉയർപ്പ് നടക്കേണ്ടതും ഉണ്ട്. പക്ഷേ ഉയർപ്പ് നടക്കണമെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കുകയും വേണം. ഈ പാപം എന്നത് അശുദ്ധിയുടെ ഫലമാണെങ്കിൽ എത്ര പരിശുദ്ധൻ്റെ ഉള്ളിലും ഒരു ഭാഗത്തൂടെ അശുദ്ധിയുടെ രക്തം ഓടുന്നുണ്ട്.
എത്ര പരിശുദ്ധൻ്റെ ഉള്ളിലും ഒരു ഭാഗത്തൂടെ അശുദ്ധ രക്തം ഓടുന്നുണ്ട്. ശുദ്ധരക്തം ഒരിടത്തൂടെ അങ്ങോട്ട് പോകുമ്പം അശുദ്ധ രക്തം തിരിച്ചു വരും. അപ്പോൾ ഇത് രണ്ടും ഒരുത്തൻ്റെ ശരീരത്തിലൂടെ ഓടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അല്ലാതെ, യേശുവിൻ്റെ വചനത്തിലൂടെ അല്ലാതെ ഒരു ശുദ്ധിയില്ല. അതായത് ഒരു ഗ്രൂപ്പ് ഞരമ്പുകളിലൂടെ ശുദ്ധരക്തം ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും പോകുന്നു. വേറെ ചില ഞരമ്പുകളിൽ കൂടി അശുദ്ധ രക്തം ഹൃദയത്തിനകത്തേക്ക് ഓടി വരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ ചിന്തിക്കാം, ജീവൻ ഇതിനെ കൊണ്ടുവരുമ്പോൾ നിലവിളിച്ചുകൊണ്ട് കൊണ്ടുവരും. ഈ അശുദ്ധ രക്തത്തിനെ ഇതിനെ ശുദ്ധീകരിച്ച് തരണം, അല്ലെങ്കിൽ മരണം സംഭവിക്കും. ഈ അശുദ്ധ രക്തത്തിനെ ശുദ്ധീകരിച്ച് തന്നില്ലെങ്കിൽ മരണം നടക്കും. അതുകൊണ്ട് ഇതും കൊണ്ട് ഞരമ്പ് ഓടി വരുക, ഇതിനെ ശുദ്ധീകരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രക്രിയകൾ നമ്മൾ അറിയുന്നില്ലെങ്കിലും അതിസങ്കീർണമാണ്. അതുപോലെ ആത്മാവിൻ്റെ ശുദ്ധീകരണവും ഈ രക്തത്തിൻ്റെ ശുദ്ധീകരണം ഇങ്ങനെ നടക്കുന്നത് പോലെ തന്നെ ആത്മാവിൻ്റെ ശുദ്ധീകരണവും ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കണം. എന്താ അർത്ഥം? ഒരിക്കൽ പരിശുദ്ധനായ പോരാ, ദിവസവും ആയിക്കൊണ്ടേയിരിക്കണം. ശുദ്ധരക്തവും അശുദ്ധ രക്തവും ശരീരത്തിനകത്തുകൂടെ അനുനിമിഷം ഓടിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കൂടെ അനുദിനം ശുദ്ധചിന്തകളും അശുദ്ധ ചിന്തകളും ഓടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ശുദ്ധീകരണം ആവശ്യമാണ്. ഇത് ഞാൻ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ എൻ്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചറിയാം. ശുദ്ധചിന്തകൾ എൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് നല്ല ആത്മാവും, അശുദ്ധ ചിന്തകൾ എന്നിൽ കൂടെ പോകുമ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് അശുദ്ധാത്മാവും. ഈ അശുദ്ധ ചിന്തകൾ ശക്തി പ്രാപിക്കുമ്പോൾ അതിനാണ് കൂടുതൽ ചിന്തകളെങ്കിൽ എന്നിൽ ബലമായി നിൽക്കുന്നത് അശുദ്ധ ആത്മാവും. എന്നിൽ ശുദ്ധചിന്തകളാണ് നിൽക്കുന്നതെങ്കിൽ അശുദ്ധ ചിന്തകൾ കുറഞ്ഞു വരുന്നെങ്കിൽ എന്നിൽ ശക്തമായി ദൈവത്തിൻ്റെ വചനം പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നെന്നും അല്പകാലം കഴിയുമ്പോൾ സകലതിൻ്റെ മേഖലയിൽ നമുക്ക് ബലം ലഭിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഈ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ശത്രുവിൻ്റെ തീ അമ്പുകൾ ശത്രു എങ്ങോട്ട് അയക്കുന്നത്? നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക്, ആത്മമണ്ഡലത്തിലേക്ക്. അങ്ങനെ ആ പോരാട്ടം നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ, ശുദ്ധീകരണം നടക്കുന്നില്ലെങ്കിൽ അതെന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ശത്രു ഇങ്ങനെ ചിന്താമണ്ഡലത്തിലേക്ക് പലതും കൊണ്ടുവന്നിടും, പല തീയമ്പുകളും കൊണ്ടുവന്നിടും. ഇതെനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ എന്നിൽ അശുദ്ധ ചിന്തകൾക്ക് ഒന്നാം സ്ഥാനം വരും. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. നമ്മളൊന്ന് കണ്ണടച്ചിരുന്ന് വളരെ ശാന്തമായിട്ട് സകലതും ഒഴിവാക്കി ഒന്ന് പ്രാർത്ഥിക്കാം, അല്ലെ ദൈവസന്നിധിയിൽ ഒന്നിരിക്കാം, ആരാധിക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും നമ്മളെ ബാധിക്കുന്ന അനുദിന കാര്യങ്ങൾ അനുദിനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ അനുദിന ജീവിത ചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാവി കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അലമ്പും വഴക്കം ഉണ്ടാക്കിയതിൻ്റെ ചിന്തകൾ, ഇതെല്ലാം ഏറ്റവും ശാന്തവും സ്വസ്ഥവുമായി നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ വന്നെങ്കിൽ ഈ ശത്രു ഇത് കൊണ്ടുവരുമ്പോൾ, ശത്രുവിന് പറ്റിയ ഒരു സാധനം നമ്മുടെ ശരീരത്തിലുണ്ട്. അവൻ്റെ പേര് നമ്മുടെ ജഡം എന്നാണ്. ജഡത്തിന് ഇംഗ്ലീഷിൽ ഫ്ലഷ് എന്ന് പറയും. നമുക്ക് ദേഹവുമുണ്ട്, ദേഹിയുമുണ്ട്, ആത്മാവുമുണ്ട്. ഇതിനകത്ത് തന്നെ ജഡം എന്ന ഒരു ഭാവം കൂടെയുണ്ട്. അവൻ ഇങ്ങനെ ചിന്താമണ്ഡലത്തിലേക്ക് വിവിധ സാഹചര്യങ്ങൾ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിലാണ് നമുക്ക് കൂടുതൽ മുൻതൂക്കം വരുന്നതെങ്കിൽ നമ്മൾ വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവാണ്. ഈ അശുദ്ധാത്മാവ് അനുദിനം നമ്മിൽ ഇങ്ങനെ പ്രവർത്തികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മിൽ അനുദിനം ശുദ്ധീകരണം നടക്കണം, ചിന്താമണ്ഡലം ശുദ്ധീകരണം നടക്കണം. അതുകൊണ്ട് തന്നെ ശാരീരിക മണ്ഡലം ശുദ്ധീകരണം. ചിന്താമണ്ഡലത്തിൽ നിന്ന് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് പാപം ഒറ്റയടിക്ക് ഉണ്ടാകുകയല്ല, മോഹം ഉണ്ടായിട്ടാണ് അത് ഗർഭം ധരിച്ച്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുക. അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അനുദിനം ശുദ്ധീകരണം നടക്കണം. ചിന്താമണ്ഡലത്തെ നിയന്ത്രിക്കാൻ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, അടിയനെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, ചിന്താമണ്ഡലത്തിന് നിയന്ത്രണം അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ക്രൂശിതനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാതെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ പുറകിലുള്ള താല്പര്യം
പ്രിയപ്പെട്ടവരുടെ ഉള്ളിലേക്ക് കയറണമേ. ലോകത്തിലുള്ള സകല മാലിന്യങ്ങളും വലിച്ച് ചിന്താമണ്ഡലത്തിൽ വെച്ച് സകല ചിന്തകളും അതിൻ്റെ പുറകെ പോകുമ്പോൾ അത് പിന്നീട് ഗർഭം ധരിക്കുകയും പാപത്തെ പ്രസവിക്കുകയും ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യം എന്നെ ശ്രമിക്കുന്ന സകല പ്രിയപ്പെട്ടവരും മനസ്സിലാക്കട്ടെ. എൻ്റെ കർത്താവേ, ചില കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ലോകപരമായ ചിന്തകൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ മുറിഞ്ഞു പോകട്ടെ, അത് മറന്നു പോകട്ടെ, അവരതിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. അവരുടെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്ന ചിന്തകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വിടുവിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില സഹോദരിമാരുടെ ജീവിതത്തിലും കർത്താവെ, അവരെ ആഴങ്ങളിൽ മുറിപ്പെടുത്തുന്ന ചിന്താമണ്ഡലത്തിൽ നിന്ന് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.